ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പര ടീം ഇന്ത്യ നഷ്ടമാക്കിയതോടുകൂടി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ നിന്നുകൂടി ടീം ഇന്ത്യ പുറത്തായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ടെസ്റ്റ് ടീമിൽ അടിമുടി അഴിച്ചുപണി വേണമെന്നുള്ള ആവശ്യവുമായി പല മുൻ ഇന്ത്യൻ താരങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ രംഗത്തെത്തുന്നുണ്ട്. ഇതിനിടെ ഇന്ത്യൻ താരങ്ങളുടെ പ്രകടനത്തിൽ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ നായകനായ സുനിൽ ഗവാസ്കർ. അദ്ദേഹം ഇന്നലെ മത്സരശേഷം ടീമുമായി ബന്ധപ്പെട്ട ചില നിർണായക പ്രതികരണങ്ങൾ നടത്തുകയുണ്ടായി. ഈ റിപ്പോർട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപേ ഇതുപോലുള്ള ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ താരസംസ്കാരം അവസാനിപ്പിക്കാൻ BCCI കർശനമായി ഇടപെടേണ്ട സമയമാണ് ഇതെന്നും അടുത്ത 8-10 ദിവസം ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായിരിക്കുമെന്നുമാണ് സുനിൽ ഗവാസ്കർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിലെ താരസംസ്കാരം അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിനായി പൂർണ്ണമായും സമർപ്പിക്കുന്ന കളിക്കാരെയാണ് നമുക്ക് വേണ്ടത്. അടിയന്തര ഘട്ടത്തിൽ അല്ലാതെ ഒരു മത്സരം പോലും ഒഴിവാക്കാതെ ഇന്ത്യക്കായി കളിക്കാൻ തയ്യാറാവുന്നവരെയാണ് ടീമിലേക്ക് പരിഗണിക്കേണ്ടത്. അങ്ങനെ അല്ലാത്തവരെ ഒരിക്കലും ടീമിലേക്ക് പരിഗണിക്കരുതെന്നും ഗവാസ്കർ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ആദ്യമായാണ് ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ടെസ്റ്റ് പരമ്പര നഷ്ടമാക്കുന്നത്. ഓസ്ട്രേലിയക്കെതിരായ പരമ്പര തോൽവിയോടുകൂടി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് യോഗ്യത നേടാനുള്ള അവസരവും ടീം ഇന്ത്യ നഷ്ടമാക്കി. പകുതി ഇവിടെയും പകുതി അവിടെയും നിൽക്കുന്ന കളിക്കാരെ നമുക്ക് ആവശ്യമില്ലെന്നാണ് ഗവാസ്കർ പറഞ്ഞത്. ഇവിടെ കളിക്കാരെ സംരക്ഷിക്കുന്ന ഒരു നടപടി വീണ്ടും എന്തുകൊണ്ട് BCCI കൈക്കൊള്ളുന്നു എന്നത് തന്നെ സംബന്ധിച്ച് ആശ്ചര്യമുണ്ടാക്കുന്ന കാര്യമാണ്. ഒരാൾ പ്രകടന മികവ് നടത്തിയില്ലെങ്കിൽ അയാളെ കണ്ണടച്ച് പുറത്താക്കേണ്ട നിലപാടാണ് BCCIക്ക് വേണ്ടത്. ഇവിടെ വീണ്ടും അവസരം നൽകി അവരെ പഴയ ഫോമിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് BCCI നടത്തുന്നത്. അവസരം കാത്ത് പുറത്തു നിൽക്കുന്ന താരങ്ങളോടുള്ള അനീതിയാണ് ഇത്. BCCIയുടെ ഈ ഒരു നീക്കം തീർത്തും നിരാശാജനകമാണ്. തീർച്ചയായിട്ടും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ കയ്യെത്തിപ്പിടിക്കുന്നതിലും അടുത്തു നിന്നാണ് ഇപ്പോൾ ടീം ഇന്ത്യ നഷ്ടമാക്കിയിരിക്കുന്നത്. ഇനിയെങ്കിലും BCCI കളിക്കാരുടെ ആരാധകരായി ഇരിക്കരുത്. കർശന നടപടിയെടുത്തേ മതിയാകൂ. വ്യക്തിഗത നേട്ടങ്ങളിലുപരി ടീം എന്ന നിലയിൽ കളിക്കുന്ന താരങ്ങളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനി ഇന്ത്യൻ ടീം മുൻപോട്ട് പോകണമെന്നാണ് ഗവാസ്കർ പറഞ്ഞ് അവസാനിപ്പിച്ചത്. സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഓസ്ട്രേലിയയിൽ തിളങ്ങാതിരുന്നതിന് പിന്നാലെയാണ് ഗവാസ്കറുടെ വിമർശനം എത്തിയിരിക്കുന്നത്. എന്നാൽ ഇന്നലെ ടെസ്റ്റിന് ശേഷം ഗംഭീറിന്റെ ഭാഗത്തുനിന്നും പുറത്തു വന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പരിഗണിക്കുകയാണെങ്കിൽ കളി അറിയാത്തവർ ആഭ്യന്തര ക്രിക്കറ്റിലോ എവിടെയാണെങ്കിലും പോയി കളിച്ച് റെഡ് ബോൾ ക്രിക്കറ്റിനെ പറ്റി മനസ്സിലാക്കി തിരിച്ചു വരണമെന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റും അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. രോഹിത് ശർമ്മ, ജഡേജ, വിരാട് കോഹ്ലി എന്നീ താരങ്ങൾ T20 ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. സമാന സാഹചര്യമാണ് ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിലനിൽക്കുന്നത് എന്നും സമയമായെങ്കിൽ ഇവർ തീർച്ചയായിട്ടും യുവതാരങ്ങൾക്ക് വഴിമാറണം എന്നുള്ള പ്രതികരണവുമാണ് ഇപ്പോൾ എത്തുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ 3 താരങ്ങളും ടെസ്റ്റിൽ നിന്ന് വിരമിക്കേണ്ട സമയമായോ? എന്താണ് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.